പ്രവാചകൻ്റെ അടുക്കൽ ചില സ്വഹാബിമാർ വന്നിട്ടൊരു പരാതി പറയുന്നുണ്ട്. നബിയെ, ഞങ്ങൾ ഫക്കീറന്മാരാണ്, പാവപ്പെട്ടവരാണ്, ഞങ്ങളുടെ കയ്യിൽ സമ്പത്തൊന്നുമില്ല. എന്നാൽ ഞങ്ങളോടൊപ്പം ജീവിക്കുന്ന ചില സ്വഹാബികൾ ഞങ്ങളെപ്പോലെ അവർ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്. എന്നാൽ അവരുടെ കയ്യിൽ സമ്പത്തുണ്ടായതുകൊണ്ട് തന്നെ അവരൊരുപാട് പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, അവർ ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ സമ്പത്തില്ലാത്തത് കൊണ്ട് അവരെപ്പോലെ ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള അമലുകൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല നബിയെ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് വിഷമം പറഞ്ഞപ്പോൾ മുത്തനബി ആ വിഷമം ഇങ്ങനെ കേൾക്കുകയാണ്. പാവപ്പെട്ട സ്വഹാബിമാർ, ഫക്കീറന്മാരായ സ്വഹാബിമാരുടെ വിഷമം അള്ളാഹുവിൻ്റെ റസൂൽ കേട്ടിട്ട് പറയാണ്, നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില അമലുകൾ ചെയ്താൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം, ഉംറ ചെയ്ത പ്രതിഫലമൊക്കെ ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, സ്വഹാബ, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അതുപോലെ അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹൈ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊരു പ്രാവശ്യവും പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇതൊരു മനുഷ്യൻ പതിവാക്കി കഴിഞ്ഞാൽ അവന് ഹജ്ജ് ചെയ്ത കൂലി, ഉംറ ചെയ്ത കൂലി ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വളരെ സിമ്പിളായി നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അമലാണ് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ മഹത്തായ അമൽ. അള്ളാഹു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.